ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സിങ്ക്, അതായത് കിച്ചണിൻ്റെ സിങ്ക് ചെയ്യുന്ന സമയത്ത് ടാപ്പുകൾ നമ്മൾ എത്ര എണ്ണം കൊടുക്കണം, അതുപോലെ തന്നെ ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുമാത്രമല്ല നമുക്ക് ഏത് ടാപ്പുകൾ യൂസ് ചെയ്താൽ നമുക്ക് കൂടുതൽ നമുക്ക് സിങ്ക് യൂസ് ചെയ്യാവുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ ഇതിൻ്റെ അകത്ത് 3 ടാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 സിങ്ക് ടാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് മോട്ടർ അടിക്കുന്ന സമയത്ത് കിണറിൽ നിന്ന് ഡയറക്റ്റ് നല്ല വെള്ളം ഏറ്റവും ടാങ്കിൽ പോവാതെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പൈപ്പ് വരുന്നുണ്ട്. രണ്ടാമത്തെ ഡയറക്റ്റ് വാട്ടർ കിണറിൽ നിന്ന് വരുന്ന മോട്ടർ അടിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം. പിന്നെ മൂന്നാമത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം, അതായത് മുകളിൽ നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഹീറ്റർ വെച്ചിട്ട് ചൂടുവെള്ളം വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിന് ഉപയോഗിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ പാത്രങ്ങൾ ചില സമയത്ത് നമ്മൾ പാത്രങ്ങൾ എണ്ണമയവും അതുപോലെ തന്നെ നമ്മൾ നോൺ വെജ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എണ്ണമയം കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് സോപ്പ് ചൂടുവെള്ളം കൂടുതൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ നെയ്മയം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സിങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ 3 ടാപ്പ് ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് വാട്ടർ കിണറിൽ നിന്നും നമുക്കിപ്പോൾ കുടിക്കാനായിട്ട് വെള്ളം കിണറിൽ നിന്ന് നമുക്ക് ടാങ്കിൽ പോവാതെ ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് വരാതെ നേരിട്ട് കിണറിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മോട്ടർ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്ന രീതിയിലുള്ളൊരു ടാപ്പ് കൂടി നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഇവിടെ ഒരു ടാപ്പ് വെച്ച് നമ്മൾ ഓൾറെഡി എടുക്കുന്നു. അങ്ങനെയാണ് 3 ടാപ്പുകൾ വരുന്നത്. ഇത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3.5 ഇഞ്ചിനും താഴേക്ക് പോകാതിരിക്കുക. രണ്ടും ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ച് ഓരോ ടാപ്പും തമ്മിൽ 4 ഇഞ്ച് ഗ്യാപ്പിട്ട് ചെയ്യുക. അതുപോലെ തന്നെ കോൺക്രീറ്റ്, അതായത് കോൺക്രീറ്റ് സ്ലാബിൽ നിന്നും 2 ഇഞ്ച് കനത്തിലാണ് ഏറ്റവും കുറഞ്ഞത്. 2 ഇഞ്ച് കനമെങ്കിലും നമ്മുടെ ഗ്രാനൈറ്റിനും അതുപോലെ തന്നെ സിങ്ക് കൂടി ഉറപ്പിക്കാൻ വേണ്ടി 2 ഇഞ്ച് കനം വരും. പിന്നെ അവിടെ നിന്ന് ടോട്ടൽ ഒരു 5 ഇഞ്ച് ഹൈറ്റെങ്കിലും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ടാപ്പിന് കിട്ടിയിരിക്കണം അകലം, അതായത് ഗ്രാനൈറ്റിൽ നിന്ന് അകലം കിട്ടിയിരിക്കണം. അപ്പോൾ ടോട്ടൽ നമ്മൾ ഗ്രാനൈറ്റ് ഇടുന്നതിന് മുന്നാണ് നമ്മൾ ഇതെല്ലാം തുളച്ചിടുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 8 ഇഞ്ചെങ്കിലും നമ്മൾ മുന്നിൽ കണ്ടു 1 ഇഞ്ച് കൂടി കൂട്ടി ഒരു 8 ഇഞ്ചെങ്കിലും ഹൈറ്റിൽ ഇട്ടാൽ മാത്രമേ ഗ്രാനൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മിനിമം ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5.5 ഇഞ്ച് നമുക്ക് ഹൈറ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ വേസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. 2 ഇഞ്ച് വേസ്റ്റ് തന്നെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് താഴെ, അതായത് സിങ്കിൽ നിന്ന് വരുന്നതിന് താഴെയായിട്ട് ഡയറക്റ്റ് ബെൻഡ് ഇട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് ബെൻഡ് ഇട്ട് കണക്ട് ചെയ്യുക. ഒരിക്കലും എൽബോ ഇടാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന സിങ്കുകൾ, വില കൂടിയ സിങ്കുകളാണെങ്കിൽ അതിൻ്റെ താഴെ ഒരു ട്രാപ്പ് കിട്ടാറുണ്ട്. ആ ട്രാപ്പ് മാക്സിമം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ട്രാപ്പിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് നമ്മൾ സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് കംപ്ലീറ്റ് ഈ പറയുന്ന 1.25 ഇഞ്ച് ലെവലിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ട്രാപ്പാണ്. ആ ട്രാപ്പിൽ വന്ന് ബ്ലോക്ക് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും ബ്ലോക്ക് വരുന്ന സിസ്റ്റമാണ് കണ്ടുവരുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ബ്ലോക്ക് ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ ട്രാപ്പ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഡയറക്റ്റ് ഒരു 2 ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ 2.5 ഇഞ്ച് പൈപ്പോ നമ്മൾ വേസ്റ്റ് ഇട്ട പോലെ തന്നെ കറക്റ്റായിട്ട് സിങ്കിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് പുറത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എയർ കൊടുക്കാവുന്ന രീതിയിൽ ഒരു ടീ ഇട്ട് എയറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതെ ഒരു ബ്ലോക്കും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ സിങ്കിൽ നിന്ന് വേസ്റ്റ് പോയിക്കൊണ്ടിരിക്കും. സ്മെല്ല് കാര്യങ്ങളെല്ലാം തന്നെ പുറത്ത് റിലീസ് ആയിക്കോളും. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടാപ്പാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടാപ്പാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 2200-നും 1800-നും 2200-നും ഇടയിൽ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സ്റ്റാറിൻ്റെ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്, സിങ്ക് ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്ന രീതിയിലാണ്. അതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ്. ഇത് നമുക്ക് 2 ഡയറക്ഷനിലേക്കാണ് നമുക്ക് നീക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രത്യേകത അതും അതുപോലെ തന്നെ 2 ഡയറക്ഷനിലേക്ക് നമുക്ക് നീക്കാം. ഒരു സെൻറ്ററിൽ കാണുന്ന പൈപ്പ് നിങ്ങൾ കാണാം, ആ കറുത്ത പൈപ്പ് നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും മാറ്റാവുന്ന ഓപ്ഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.